ചിത്ത എന്ന സിനിമയ്ക്ക് ശേഷം SU അരുൺകുമാർ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള സിനിമയാണ് ആക്ഷൻ ഡ്രാമയായിട്ടുള്ള വീരധീര സൂരൻ. പോലീസുകാരും ഗ്യാങ്സ്റ്റേഴ്സും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോകുന്ന ഒരു പടമാണിത്. ഈ സിനിമയുടെ തിരക്കഥ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ താരമുള്ള സിനിമയാകുമെന്ന് നമുക്ക് തോന്നില്ല. ഈ സിനിമയിലെ പ്രധാന ഇഷ്യൂ നടക്കുന്നതിൽ നായകന്റെ കഥാപാത്രത്തിന് കാര്യമായ പങ്കൊന്നുമില്ല. സിനിമ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഇതൊരു സർവൈവൽ ഡ്രാമ സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ സ്വന്തം കുടുംബത്തെ നോക്കി ജീവിക്കുക എന്ന ആറ്റിറ്റ്യൂഡുള്ള ഒരു നായകനാണ് നമുക്കുള്ളത്. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് മികച്ച സീനുകളിലൂടെ ഒരൊറ്റ രാത്രി നടക്കുന്ന കഥയെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ SU അരുൺകുമാറിന് സാധിക്കുന്നുണ്ട്. മധുരയെ പശ്ചാത്തലമാക്കിയിട്ടാണ് സിനിമ നടക്കുന്നത്. അവിടുത്തെ ഗുണ്ടാ പ്രമുഖരായിട്ടുള്ള രവിക്കും അയാളുടെ മകൻ കണ്ണനും സ്ഥലത്തെ SP-യുമായി ഒരു പഴയ കണക്കുണ്ട്. ചാർജ് എടുത്തിട്ടും SP അതൊന്നും തീർക്കാതെ നല്ലൊരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ണനെതിരെ ഒരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ SP-ക്ക് അവസരം ലഭിക്കുന്നത്. അത് ഏത് ലെവലിലേക്ക് മാറുന്നു എന്നതും അതിലേക്ക് നമ്മുടെ നായകനായ കാളി എങ്ങനെ കടന്നു വരുന്നു എന്നതുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഏതാണ്ട് ഈ സിനിമയുടെ 80% ഒരൊറ്റ രാത്രിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം പോലും അനാവശ്യമായി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വളരെ കാഷ്വലായി പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. ഒരു നിരുപദ്രവമായ ഉദാഹരണം ഞാൻ പറയാം. സിനിമയുടെ ഇന്റർവെല്ലിൽ സ്വല്പം ഹ്യൂമർ ടോണിലാണ് വരുന്നത്. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് വിക്രം അവതരിപ്പിക്കുന്ന കാളി പോകുന്നത് ജനലിന്റെ ഉള്ളിലൂടെയാണ്. ഒരല്പം കഴിയുമ്പോൾ തന്നെ ഈ ഒരു ജനൽ വഴി സിനിമ വേറൊരു സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയുള്ള പെട്ടെന്നുള്ള സെറ്റപ്പും പേ ഓഫുകളും സമയം എടുത്തിട്ടുള്ള സെറ്റപ്പും പേ ഓഫുകളും ഒരുപാടുള്ള സിനിമയാണ് വീരധീര സൂരൻ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സാധനം ഓരോ സീനിലും കൊണ്ടുവരുന്നതിനേക്കാൾ നമ്മളധികം ശ്രദ്ധിക്കാത്ത രീതിയിൽ വരാൻ പോകുന്ന സാധനങ്ങളെ സ്മാർട്ടായിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു രീതിയാണ് അരുൺകുമാർ ഇവിടെ ഉപയോഗിക്കുന്നത്. സിനിമയിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ ഭാഗം മാത്രമാണ് കാളി എന്ന കഥാപാത്രത്തിന് കുറച്ച് ലാർജർ ദാൻ ലൈഫ് ഫീൽ കൊടുക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ത്രില്ലർ എനർജിയിൽ നിന്ന് ചെറുതായിട്ടൊരു ഡ്രോപ്പോ അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയിൽ ഒരു പ്രശ്നമോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ഫ്ലാഷ് ബാക്ക് ഭാഗത്ത് മാത്രമാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇതിലെ കഥാപാത്രങ്ങൾക്ക് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ ഡയലോഗുകൾക്കിടയിലൂടെ കഥ നമ്മൾക്ക് പറഞ്ഞു തരിക എന്ന് പറയുന്ന ഒരു കുഴപ്പം പിടിച്ച ടാസ്ക് എഴുത്തിന്റെ കാര്യത്തിൽ സംവിധായകന് ഇവിടെ ഉണ്ട്. സോ ഇതിലെ ഡയലോഗുകൾ നമ്മൾ പ്രേക്ഷകർക്ക് പാർട്ട് 1-ൽ സംഭവിച്ചിരിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ തരുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കുന്ന ആ കഥയിലെ കൺഫ്യൂഷനുകൾ കുറയ്ക്കാൻ എന്ന പോലെയാണ് ഇതിലെ ഫ്ലാഷ് ബാക്ക് പോർഷൻ വരുന്നത്. വളരെ റസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷ്വൽ എസ്തെറ്റിക് ആണ് അരുൺകുമാർ ഈ സിനിമയിൽ ഫോളോ ചെയ്യുന്നത്. വാം കളർ ടോണും ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയും ഉപയോഗിച്ച് തേനി ഈശ്വർ ഇതിന്റെ ടെൻഷൻ നിലനിർത്തുന്നുണ്ട്. 10 മിനിറ്റിന് മുകളിലുള്ള ഒരു സിംഗിൾ ഷോട്ട് ആക്ഷൻ സീക്വൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. മനോഹരമായി കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ആ സീക്വൻസിൽ ക്യാമറയെ സഹായിക്കാൻ വേണ്ടി അഭിനേതാക്കൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെയൊന്നും നമുക്ക് കാണുമ്പോൾ തോന്നുകയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭൂരിഭാഗം സമയത്തും അല്പം സട്ടിലായിട്ടാണ് ഉള്ളത്. ഹീറോയിസം വരുന്ന ചില ഭാഗങ്ങളിൽ മാത്രമേ അത് ലൗഡാകുന്നുള്ളൂ. സിനിമയുടെ സ്വഭാവത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലെ 2 പാട്ടുകളും നരേറ്റീവിൽ ചേർത്തിട്ടുള്ളത്. കാളി എന്ന കഥാപാത്രത്തെ വിശ്വസനീയമായ രീതിയിൽ തന്നെയാണ് വിക്രം അവതരിപ്പിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ 4 പേരെ ഒറ്റയ്ക്ക് തല്ലാവുന്ന, കുടുംബത്തെ ഓർത്ത് ആ പരിപാടിക്ക് പോകാതെ നിൽക്കുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് അദ്ദേഹം ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചാലഞ്ചിങ് ക്യാരക്ടറായിട്ട് തോന്നിയിട്ടില്ല. ഫ്ലാഷ് ബാക്ക് സീനുകളിൽ കുറച്ച് വ്യത്യാസമുള്ള ഒരു ബോഡി ലാംഗ്വേജ് പിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. SU അരുൺകുമാറിന്റെ കയ്യിൽ കിട്ടിയ SJ സൂര്യ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരം കഥാപാത്രങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് SP-യുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരല്പം എക്സെൻട്രിക് സ്വഭാവമുള്ള രീതിയിലാണ് ഈ അടുത്തായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള മിക്കവാറും ക്യാരക്ടേഴ്സ് വരുന്നത്. ആ ഒരു സോണിലേക്ക് പോകാനുള്ള എല്ലാ സ്കോപ്പും ഉള്ള കഥാപാത്രമാണ് SP. എന്നിരുന്നാലും ആ ഒരു ടോണിലേക്ക് പോകാതെ അല്പം കൂടി സ്വാഭാവികമായ രീതിയിലാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് സുരാജ് വെഞ്ഞാറമൂടാണ്. ട്രെയിലറിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഡയലോഗുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാലും വൈറലായ ഇന്റർവ്യൂവിൽ അദ്ദേഹം തമിഴിൽ സംസാരിക്കാൻ സ്വല്പം കഷ്ടപ്പെടുന്നത് കണ്ടതിനാലും ഞാൻ കരുതിയത് ഒരുപക്ഷെ അവർ അദ്ദേഹത്തിന്റെ ഭാഗം വേറെ ആരെങ്കിലും വെച്ച് ഡബ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ്. എന്നാൽ സുരാജ് സ്വന്തം ശബ്ദത്തിലാണ് ഡബ് ചെയ്തിട്ടുള്ളത്. ഡയലോഗ് മോഡുലേഷനൊന്നും ഒരു കുഴപ്പവും തോന്നിയില്ല. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്യുന്നതിന് പുള്ളിയുടെ പഴയ ഫിൽമോഗ്രാഫി ഒരു തടസ്സമാകുന്നേയില്ല. കാളിയുടെ ഭാര്യയുടെ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളത് തുഷാര വിജയനാണ്. പലതരം ഇമോഷണൽ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആ കഥാപാത്രത്തെ മികച്ച രീതിയിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ചുമ്മാ നായകന്റെ ഭാര്യയായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല അവർക്ക് കിട്ടിയിട്ടുള്ളത്. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു സിനിഫൈൽ എന്ന നിലയ്ക്ക് എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയത് എങ്ങനെയാണ് ഒരൊറ്റ രാത്രിയിലേക്ക് കഥയെ ചുരുക്കാം എന്ന് അരുൺകുമാറിന് തോന്നിയത് എന്നാണ്. വേറൊന്നും കൊണ്ടല്ല, ഇതിന്റെ കഥ നോക്കിയാൽ ഏതാണ്ട് 10 വർഷമെടുത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും പരിസമാപ്തിയാണ് നമ്മൾ കാണുന്നത്. വളരെ ലീനിയറായി ഓരോ കഥാപാത്രങ്ങളുടെയും യാത്ര കാണിക്കാമായിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. എന്നാൽ കഥയുടെ 90% വെട്ടിക്കളഞ്ഞ് ക്ലൈമാക്സ് ഭാഗം മാത്രം എടുത്ത് അതുപയോഗിച്ച് ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ഉണ്ടാക്കിയതുപോലത്തെ ഒരു അനുഭവമായിരുന്നു വീരധീര സൂരൻ.
മാസ് മസാല സിനിമകളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന തരം ഒരു തിയേറ്ററിക്കൽ ഹൈ ഒരുപക്ഷെ വീരധീര സൂരൻ നിങ്ങൾക്ക് തന്നേക്കില്ല. പക്ഷേ വളരെ ലിമിറ്റഡ് ആയ ഒരു സ്പേസിൽ നിന്ന് അത്യാവശ്യം ഡെപ്ത് ഉള്ള ഒരു സംഗതി അവർ എഴുത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു എന്നത് ഒരു സിനിഫൈൽ എന്ന നിലക്ക് നിങ്ങൾക്കൊരു ക്രിയേറ്റീവ് ഹൈ തരാൻ സാധ്യതയുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്